ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാലൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നബാർഡ് വരെയാണ് അല്ലേ. സോ നബാർഡിന്റെ ഫങ്ഷൻസ്, അതായത് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. ഓക്കെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ SHG എന്ന് പറയുക, SGH അല്ല, SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ SHG എന്താണെന്നൊക്കെ അതിന്റെ ഫുൾ ഫോം ഒക്കെ പറയാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് കുടുംബശ്രീ. നിങ്ങളുടെ കുടുംബശ്രീ അയൽക്കൂട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലെ കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു SHG ആണ്, ഒരു സ്വയം സഹായക സംഘമാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വില്ലേജ് ടു ബേസ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി കമ്മിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് ഒരു ഗ്രാമപ്രദേശത്തെ ബേസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നോർമലി 10-20 ആൾക്കാരൊക്കെ ആയിരിക്കും വരുന്നത്. മിക്കവാറും ആണുങ്ങളോ പെണ്ണുങ്ങളോ വരാം. ഓക്കെ, അതായത് ഒന്നെങ്കിൽ വിമൻ അല്ലെങ്കിൽ മെൻ എന്നുള്ള രീതിക്കാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആണുങ്ങളും വരാം പെണ്ണുങ്ങളും വരാം. പക്ഷെ അങ്ങനെ മിക്സ് നമ്മൾ അങ്ങനെ കാണാറില്ല അല്ലെ. അതായത് സ്ത്രീകളും പുരുഷന്മാരും കൂടെയുള്ള SHGകളെ നമ്മൾ അങ്ങനെ കാണാറില്ല. നമ്മൾ കൂടുതലും കാണാറുള്ളത് ഒന്നെങ്കിൽ 10-20 പെണ്ണുങ്ങളുള്ളത് അല്ലെങ്കിൽ 10-20 ആണുങ്ങളുള്ള അത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ മിക്സ്ഡ് ഗ്രൂപ്പ് അങ്ങനെ നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയുടെ അകത്ത് തന്നെയായിരിക്കും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ഇവരെന്ത് ചെയ്യും, ഓരോ മാസവും ഇവർ കുറച്ചൊരു സ്മോൾ എമൗണ്ട്, അതായത് ചിലപ്പോൾ അതൊരു 10-20 ആയിരിക്കും, അങ്ങനെ വെച്ചിട്ട് അവരൊരു ഇത്ര എമൗണ്ട് എന്ത് ചെയ്യും ഈ പറയുന്ന കമ്മിറ്റിയിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഒരു റെഗുലർ സേവിങ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് മാസങ്ങൾ എടുത്ത് മിക്കവാറും എല്ലാ ഞായറാഴ്ചയൊക്കെ ആയിരിക്കും ഇവർ കൂടുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ട് എല്ലാം കൂടെ കൂടി 10-20 ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ആ എമൗണ്ട് എല്ലാം കൂടി ഒരു ബൾക്ക് എമൗണ്ട് ആവും അല്ലെ. അതായത് ഒരാൾക്ക് ലോൺ കൊടുക്കാൻ പാകത്തിനൊരു എമൗണ്ട് ആവുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, ഈ ഫണ്ട് തിരിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഫണ്ടുകൾ കൊടുക്കുന്നതായിട്ട് തിരിച്ച് ആൾക്കാർക്ക് തന്നെ പല പർപ്പസുകൾക്കായിട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ബാങ്കുകളും ആയിരിക്കുമേ. അപ്പൊ ബാങ്കുകളും ആയിരിക്കും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബാങ്കുകൾ മൈക്രോ ക്രെഡിറ്റ്സ് വഴിയായിരിക്കും, അതായത് ചെറിയ രീതിയിൽ ക്രെഡിറ്റുകൾ കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, എല്ലാവരും റെഗുലർ സേവിങ് എന്നുള്ള നിലയിൽ കുറച്ച് പൈസ എന്ത് ചെയ്യും, ഈ പറയുന്ന കമ്മിറ്റികൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ആൾക്കാർ അതിനകത്ത് മെമ്പേഴ്സ് കൊടുക്കും. തിരിച്ച് ആ ഒരു എമൗണ്ട് ഒരു ബൾക്ക് എമൗണ്ട് ആകുമ്പോൾ തിരിച്ച് ആർക്ക് തന്നെ പോവും, ഈ പറയുന്ന മെമ്പേഴ്സിന് തന്നെ അത് ലോൺ ആയിട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ SHGകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ചില ബാങ്കുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ HDFC എന്ന് പറയുന്ന ഒരു ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൈവറ്റ് ബാങ്ക് ആണ് എങ്കിൽ പോലും HDFC എന്ന് പറയുന്ന ബാങ്ക് ഇത്തരത്തിൽ മൈക്രോ ക്രെഡിറ്റുകൾ കൊടുക്കുന്നതിന് പേര് കേട്ട ബാങ്കാണ് കേട്ടോ. അപ്പം SHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതാണ്. അപ്പൊ SHG എന്താണെന്ന് ചോദിച്ചാൽ അത് വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള 10-20 ആൾക്കാരുടെ ഒരു കൂട്ടമാണെന്നുള്ള കാര്യം, ഒരു കമ്മിറ്റിയാണ്, അതായത് ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഒരു കർഷകൻ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ A എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു. ഈ A എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറുതെ ഇവിടെ നിന്ന് നമ്മൾ നേരെ കൊണ്ടുവന്ന് അങ്ങ് മാർക്കറ്റിന് കൊടുക്കുകയല്ല. അതിൻ്റെ ഇടയ്ക്ക് അത് കുറേ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇതിന്റെ ബെനിഫിറ്റ്സ് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ടികളൊക്കെ വരുന്നത് ഈ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനകത്താണ്. അപ്പൊ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ ഡയറക്ട്ലി കൊണ്ടുവന്ന് അങ്ങ് മാർക്കറ്റിന് വിൽക്കുകയല്ല. പകരം അതിനകത്തൂടെ ഒരുപാട് പ്രോസസ്സുകൾ കടന്നു പോകുന്നുണ്ട് അല്ലേ. അത് അസംബിൾ ചെയ്യണം, അതുപോലെ അത് സ്റ്റോർ ചെയ്യണം, കറക്റ്റായിട്ട് കോൾഡ് സ്റ്റോറേജോ സംഭവങ്ങളോ അതിന് വേണം, പ്രോസസ്സ് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ, ഇത് എത്തേണ്ടടുത്തോട്ട് എത്തണം, അത് പാക്ക് ചെയ്യണം, അത് ഗ്രേഡ് ചെയ്യണം അല്ലെ, അത് ഏത് ക്ലാസ്സിൽ വരുന്നതാണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ
എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, നമ്മുടെ രാജ്യത്തുടനീളം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ വരുന്നതിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെറുതെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങ് കടയിൽ കൊടുത്ത് വിൽക്കുകയല്ല. അതിന് പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിന് അസംബിൾ ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, പാക്കേജിങ്, ഗ്രേഡിങ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഇതെല്ലാം നമ്മൾ അവിടെ നോക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇതിന്റെ പല കാര്യങ്ങളും എടുത്ത് നടത്താറുണ്ട്. അതായത് ഈ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് തന്നെ പലയിടത്തും സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണ്, അതായത് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആൾക്കാരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ, കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് വിൽക്കുകയോ വാങ്ങുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കണ്ണടച്ചാൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കറക്റ്റ് ഒരു ഓർഡറിൽ നടക്കില്ല, അല്ലെങ്കിൽ അവിടെ അഴിമതി നടക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പൊ അത് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് എല്ലാ കാര്യവും വളരെ കറക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി, ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സുതാര്യമായിട്ട്, അല്ലെ, അതിനകത്ത് അഴിമതിയൊന്നും വരാതെ കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകരെ ഈ പറയുന്ന ഇപ്പൊ വിൽപ്പനക്കാര്, അതുപോലെ തന്നെ ബ്രോക്കർമാരുണ്ട്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ ബ്രോക്കർമാരല്ല, ഈ സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഇടനിലക്കാരുണ്ട്. അപ്പൊ ആ ഇടനിലക്കാരും അതുപോലെ വിൽപ്പനക്കാരും ഒക്കെ ചെയ്യുന്ന കള്ളത്തരങ്ങളിൽ നിന്ന് നമ്മുടെ കർഷകരെ, പാവപ്പെട്ട കർഷകരെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് കയറി ഇടപെടുമ്പോഴത്തേക്കും ഈ നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നമ്മൾ പറയുന്ന മിഡിൽ മെൻ അഥവാ ഇടനിലക്കാരുണ്ടല്ലോ, ഇവർക്ക് ഈ പറയുന്ന പോലെ കള്ളത്തരങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. സ്റ്റിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഇടപെടുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അത്ര ഈ സെല്ലേഴ്സിനും ബ്രോക്കേഴ്സിനും ഒന്നും അവരുടെ കള്ളത്തരം അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അടുത്തതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർ തന്നെ കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരുപാട് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കർഷകരുടെ, അല്ലേ. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ കൊണ്ടുവന്ന് അവരുടെ സാധനം ആ ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ വിൽക്കും. എന്നിട്ട് അവരെന്താണ് മാക്സിമം ഒരു ബെറ്റർ പ്രൈസിൽ വേണ്ടിയിട്ട് അതെന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പൊ ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കഥയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അവിടെ ചെന്നിട്ട് നമ്മളിപ്പോൾ ഒരു 200 രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വേണമെങ്കിൽ നമുക്കത് ബാർഗൈൻ ചെയ്ത് ഒരു 50 അല്ലെങ്കിൽ 80 രൂപയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. അപ്പൊ അതൊരു ബാർഗൈനിങ് എഫക്റ്റ് ആണ്, അല്ലെ. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു വിലപേശി അങ്ങനെ ഈ പറയുന്നത് പോലെ താഴെ ഒരു എമൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ കർഷകർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം 50 രൂപ മാത്രമുള്ളൊരു വിലയുള്ളൊരു സാധനത്തിന് വേണമെങ്കിൽ വിലപേശി അത് ഒരു 500 രൂപയ്ക്ക് വരെ കിട്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലേക്ക് അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് സൊസൈറ്റികളുള്ളത് കേട്ടോ. അപ്പൊ അവിടെ കർഷകർ കൂട്ടമായിട്ട് വന്നിട്ട് കളക്റ്റീവായിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള ഒരു വിലപേശൽ നടത്തുന്നത്. അപ്പൊ അവർക്ക് ബെറ്റർ പ്രൈസിന്, അതായത് ഏറ്റവും നല്ലൊരു വിലയിൽ തന്നെ അവരുടെ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല ഈ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിവിടെ അസംബ്ലി, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, അടുത്ത പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ ആണ്, അല്ലെ. അപ്പൊ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ സ്റ്റോറേജ് പോലും കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അല്ലെ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് മിക്കവാറും തരുന്നത് ഗവൺമെന്റ് ആയിരിക്കും. നമുക്ക് വേണ്ട റോഡുകൾ, അതുപോലെ റെയിൽവേ, അല്ലെ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഗുഡ്സിന്റെ ട്രെയിനൊക്കെ പോകുന്നത്, അരിയൊക്കെ അകത്ത് ചാക്കൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് സൂക്ഷിച്ചു വെക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ കോൾഡ് സ്റ്റോറേജ്, അല്ലെ. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ. അപ്പൊ ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ്. നിങ്ങൾ മറ്റേ കേരള ഫുഡ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് ചേർന്നിട്ട് വലിയ ഫുഡ് കോർപ്പറേഷനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം എന്താണ്, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അല്ല KFC കേട്ടോ, കേരള ഫുഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, അല്ലെ, FC. അപ്പൊ FCI. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ,
അടുത്തതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനത്തിന്റെ ക്വാളിറ്റി അളക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ അതിന് ഈ സ്റ്റാൻഡർഡൈസേഷനും ഗ്രേഡിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും നല്ല പ്രൈസ് കിട്ടുന്നത്, നല്ല വില കിട്ടുന്നത് അവർക്കായിരിക്കും. അടുത്തതാണ് MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പൊ ഇതെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും. അതായത് ചില പ്രത്യേക കമ്മോഡിറ്റീസിനാണ്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 22 സാധനങ്ങൾക്കാണ്, 22 അഗ്രികൾച്ചർ പ്രോഡക്ട്സിനാണ് MSP കൊടുക്കുന്നത്. അതിനകത്ത് കുറച്ച് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീറ്റ്, റൈസ്, മെയ്സ്, കോട്ടൺ, ഷുഗർ കെയിൻ, പൾസസ് പോലത്തുള്ള സാധനങ്ങൾക്ക് ഗവൺമെന്റ് ഒരു മിനിമം പ്രൈസ് നിശ്ചയിക്കും. ഓക്കെ, മിനിമം പ്രൈസ്, അതായത് കർഷകർക്ക് അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും എമൗണ്ടിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനായിട്ട് പറ്റും. അവിടെ അവർക്ക് ലോസസ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ വീറ്റ്, റൈസ്, മെയ്സ്, കോട്ടൺ, ഷുഗർ കെയിൻ, പൾസസ് പോലത്തുള്ള സാധനങ്ങളിലായിരിക്കും മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇത് മാത്രമല്ല, ഇനി ഒരുപാടുണ്ട്. നമ്മൾ ഷുഗർ കെയിനൊക്കെ കുറച്ചൊരു വ്യത്യാസമുള്ള ഒരു രീതിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ് FRP എന്ന് പറയുന്ന സാധനമാണ് ഷുഗർ കെയിൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് ടെക്സ്റ്റിൽ ഡയറക്ട്ലി മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അറിവിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ, ഫെയർ റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും MSP ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഗ്രെയിന്, അതായത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് വീറ്റ്, റൈസ്, മെയ്സ്, കോട്ടൺ, ഇതൊക്കെ ഗവൺമെന്റ് ഈ പറഞ്ഞിട്ടുള്ള MSP-യെക്കാട്ടിലും കൂടിയൊരു വിലയിൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ അവർക്ക് എന്തുണ്ടാവത്തില്ല, നഷ്ടം ഉണ്ടാവത്തില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ്. അതായത് ഗവൺമെന്റ് ഇപ്പോൾ പറയുകയാണ് വീറ്റിന് മിനിമം 22 രൂപയെങ്കിലും കിലോയ്ക്ക് കൊടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 22 കുറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ആ സാധനം വിൽക്കാൻ പറ്റില്ല. 22 എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവർക്ക് വിൽക്കാം, എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ MSP എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗവൺമെന്റ് ഇടപെടുന്നതിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ പറഞ്ഞത്. റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞു, സ്റ്റാൻഡർഡൈസേഷൻ, ഗ്രേഡിംഗ്, MSP. ഓക്കെ, ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഡിഫക്ട്സ് ആണെന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ലാക്ക് ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റി ആണ്. അതായത് നമുക്ക് സ്റ്റോറേജ് ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ പല കാരണങ്ങൾ കൊണ്ട് ചീത്തായി പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അതായത് ഇപ്പം എലിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇൻസെക്ട്സ് അല്ലെ, അതുപോലെ തന്നെ റെയിന്, ക്ലൈമറ്റ് ചേഞ്ചുകൾ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്രോപ്പുകൾ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതുകൊണ്ടൊന്നും നമ്മൾ ചിലപ്പോൾ കോൾഡ് സ്റ്റോറേജ് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും അവിടെ എന്താണ് ഈ പറയുന്നത് പോലെ സ്റ്റോറേജ് ഫെസിലിറ്റി, അല്ലെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇത് നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് മാത്രമുള്ള അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് ഡിസ്ട്രസ്ഡ് സെയിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ പൂർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മൾ പോവർട്ടി തന്നെ ഏറ്റവും പറയുന്നത് റൂറൽ ഏരിയയിൽ പറയാനുള്ള ഒരു മെയിൻ കാരണം ആരാന്ന് ചോദിച്ചാൽ അത് കർഷകരാണ്. സ്വന്തമായിട്ട് ഭൂമി പോലും ഇല്ലാത്ത കർഷകരുണ്ട്. അപ്പൊ അത് ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്നത് പോലെ ബെറ്റർ പ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ തക്കാളിക്ക്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, തക്കാളിക്ക് ഇപ്പൊ 18 രൂപയാണെന്ന് വിചാരിച്ചോ, കിലോയ്ക്ക് 18 രൂപയാണ്. അപ്പൊ ഇവർക്ക് ഈ 18 രൂപയ്ക്കാണ് ഇപ്പോ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഇതിന്റെ ഒരു ആവശ്യം വരുമ്പോൾ മേ ബി ഇതൊരു 36 രൂപയാവും. പക്ഷെ ആ 36 രൂപയാവുന്നത് വരെ ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് ഈ സാധനം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് ചീത്തായി പോകുന്ന പേടിച്ചിട്ട് അവർ 18 തന്നെ അങ്ങ് വിൽക്കും. ഓക്കെ, 36 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 18 ആയാലും മതി എന്നുള്ള രീതിക്ക് അവർ 18 തന്നെ വിൽക്കും. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ഈ പറയുന്ന പോലെ ഈ മണ്ടികളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ഉൾഗ്രാമങ്ങളിലാണ് വണ്ടികളുള്ളത്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ ഉൾഗ്രാമങ്ങളിലാണ് വണ്ടികളുള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫാമേഴ്സിന് ഈ സാധനങ്ങൾ ഒരു ഫെയർ പ്രൈസിൽ ഏറ്റവും നല്ലൊരു വിലയിൽ വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ സ്റ്റോറേജ് ഫെസിലിറ്റി, സെയിലിന്റെ കാര്യം പറയാം, ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയാം.
ഇനി മറ്റൊരു പ്രശ്നമാണ് സെല്ലർ അല്ലെങ്കിൽ ബ്രോക്കർമാർ അല്ലെ, സെല്ലർ അല്ലെങ്കിൽ ബ്രോക്കർമാർ. ഇവന്മാരുടെ എന്തോ കുഴപ്പം, ഇവര് ഭയങ്കരമായിട്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രോഫിറ്റ് അല്ലെ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യും. കാരണം അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നോക്കും. അപ്പം മിഡിൽമെൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറീസിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ് ഇന്ത്യയിൽ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ക്രെഡിറ്റ് ഫെസിലിറ്റികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അല്ലെ. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്, രണ്ടാമത്തെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ RRB പോലത്തുള്ള ബാങ്കുകളൊക്കെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ് നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പൊട്ടിപ്പൊളിഞ്ഞു പോകാറാണ് പതിവ്. അതായത് ഈ പറയുന്ന പോലെ ഇൻസഫിഷ്യന്റ് ആണ്. ഇതൊന്നും എത്രമാത്രം ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആണെന്ന് എന്നത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും പോകുന്നത് ആരുടെ അടുത്തേക്ക് തന്നെയായിരിക്കും? ഈ പറയുന്ന നമ്മൾ പറഞ്ഞ മണി ലെൻഡേഴ്സ് അല്ലെ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ലെൻഡേഴ്സിന്റെ അടുത്തേക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പോകുന്നത്, അവർ കാശ് വാങ്ങിക്കുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സിസ്റ്റം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അതിന്റെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ സൊല്യൂഷൻസ് വേണം അല്ലെ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇതിനുള്ള മെഷേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു സ്റ്റോറേജ് ഫെസിലിറ്റീസ് വലിയൊരു പ്രശ്നമാണ്, ആൾക്കാർക്ക് ആവശ്യത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക ഫാം ലെവലിൽ തന്നെ, അതായത് ആൾക്കാരുടെ അടുത്ത് തന്നെ, അവർ കൃഷി ചെയ്യുന്നതിന്റെ അടുത്ത് തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് അല്ലെ, ഗവൺമെന്റ് മാർക്കറ്റുകൾ റെഗുലേറ്റ് ചെയ്യുക. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അതായത് റോഡുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റികൾ, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് കോർപ്പറേഷൻ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യാം അല്ലേ, അവർക്ക് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യുകയും അതുവഴി അവർക്ക് അത്യാവശ്യം നല്ലൊരു ലാഭം കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ കോർപ്പറേഷൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഇനി വളരെ ചീപ്പായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കുക അല്ലെ, ലോണുകൾ കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസുകൾ മുന്നോട്ട് വരിക എന്നുള്ളത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി സാധനങ്ങളുടെ ക്വാളിറ്റി അല്ലെ, ഗ്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ സാധനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ, അതായത് ഇപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം നാം എന്നൊക്കെ പറഞ്ഞ്, ഈ നാം എന്നൊക്കെ പറഞ്ഞ പോർട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെം പോർട്ടൽ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കുക, അതായത് ഏത് മാർക്കറ്റിലാണ് കൂടുതൽ വിലയ്ക്ക് ഇത് വിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കർഷകർക്ക് കൊടുത്ത് അവരെ ഒന്ന് ഡിജിറ്റലി കൂടെ ലിറ്ററേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഫോണോ വേണ്ട ടെക്നോളജിയോ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ് അല്ലെ. അതുവഴി ആൾക്കാർക്ക് ഓരോ മാർക്കറ്റിലും എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, എവിടെ വിറ്റാൽ ലാഭം കിട്ടും, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇതെല്ലാം അതിന്റെ സൊല്യൂഷൻസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഗുണവും ദോഷവും കേട്ടോ, അതിന്റെ ഗുണവും ദോഷവും പിന്നെ അതിന്റെ സൊല്യൂഷൻസും ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് വെറുതെ ഒരു നമ്മളിപ്പോൾ കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെ അരി അല്ലെ ഗോതമ്പ് കൃഷി ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ അത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മൾ അഗ്രികൾച്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നോൺ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നോൺ ഫാം ആക്ടിവിറ്റീസ് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് പോവർട്ടി ഇല്ലാതാക്കാൻ സാധിക്കും, എംപ്ലോയ്മെന്റ് കൂട്ടാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ആൾക്കാരെ കൂടുതൽ എംപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. പോവർട്ടിയും എംപ്ലോയ്മെന്റും ഒക്കെ, പോവർട്ടി കുറച്ച് എംപ്ലോയ്മെന്റ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ അതായത് കൃഷി സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ജോലി ഉറപ്പുവരുത്തണം. അതിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നടക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ക്രോപ്പ് പ്രൊഡക്ഷനിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പുകളെ നമുക്ക് വൈവിധ്യവൽക്കരിക്കാം. രണ്ടാമത്തേത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നോൺ ഫാം ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോൺ ഫാം ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇടപെട്ട് അങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിലാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നത്, ഒന്ന് ക്രോപ്പ് പ്രൊഡക്ഷനിൽ, രണ്ടാമത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ.
അപ്പം നോൺ ഫോം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള വേറൊരു അവസരമാണ് അല്ലേ. അപ്പം നോൺ ഫോം ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആനിമൽ ഹസ്ബൻഡറി വരാം, അതായത് മൃഗങ്ങളെ പരിപാലിക്കുന്ന അല്ലേ, മൃഗപരിപാലനം. അതുപോലെ ഡയറി ഫാമിംഗ്, അതായത് നമ്മുടെ കന്നുകാലി വളർത്തൽ, അതുമായിട്ട് കാറ്റിൽ റിയറിംഗ് എന്നൊക്കെ പറയത്തില്ലേ, കാറ്റിൽ റിയറിംഗ്. അതുപോലെ തന്നെ എന്താണ് ഫിഷറീസ് അല്ലെ, ഫിഷറീസ് അതായത് നമ്മുടെ എന്താണ് മീൻ വളർത്തൽ അല്ലെ, മീൻ വളർത്തൽ. ഹോർട്ടിക്കൾച്ചർ അല്ലെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജ് കേട്ടോ. അപ്പൊ അത് ഇതിന് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ കോഴി വളർത്തൽ, പോൾട്രി ഫാമിംഗ് അല്ലെ, കോഴി താറാവ് അതിനെയൊക്കെ വളർത്താം. അപ്പൊ ഇതെല്ലാം നോൺ ഫാം ആക്ടിവിറ്റീസ് ആണ്. കഴിഞ്ഞില്ല ആഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രികൾ തുടങ്ങാം. ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുന്ന സാധനത്തെ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആക്കാം. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി അല്ലെ, ഇപ്പം നിങ്ങൾക്കറിയാലോ ലേസ് എന്ന് പറയുന്ന സാധനം അല്ലെ, ഇപ്പം പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് ലേസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അതൊരു ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി കൂടെയാണ് അല്ലേ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലെതർ ഇൻഡസ്ട്രി പറയാം, അതായത് ആനിമൽസിനെ വളർത്തി അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള തൊലി എടുത്തിട്ടുള്ള പരിപാടികൾ. പിന്നെ ടൂറിസം. അപ്പം ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പോലെ നോൺ ഫാം ആക്ടിവിറ്റീസ് ആണ്. അപ്പം അഗ്രികൾച്ചർ റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, എന്നാൽ മറ്റൊരു തൊഴിൽ നമുക്ക് തരുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമ്മൾ സിംപ്ലി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം? നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് സുസ്ഥിര വികസനം. ഓക്കെ, സുസ്ഥിര വികസനം എന്താണ് ഈ സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു നാട്ടിലൊരു കുളമുണ്ട്. ഓക്കെ, ഇതൊരു പോണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ എന്താണ് ഈ പോണ്ട് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ എന്താണ് കുറെ പ്ലാസ്റ്റിക് ഒക്കെ വാരിയിടാൻ തുടങ്ങി. അപ്പൊ ഇവിടുന്ന് എന്താണ് പല സ്ഥലങ്ങളിലേക്ക് വെള്ളമൊക്കെ അവർ എടുക്കുന്നുണ്ട്, പല യൂസിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് ഒക്കെ വാരിയിട്ടു ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആക്കാൻ തുടങ്ങി. അപ്പം നാളത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമില്ല, ഭയങ്കര അഴുക്ക്, കൊള്ളില്ല. നാളത്തെ ഒരു ജനറേഷൻ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് നാളത്തേക്കൂടെ ബാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുണ്ട്, വെള്ളമുണ്ട്, ഓക്കെ, ആ വെള്ളം എടുത്താൽ ഒരിക്കലും ആ കുളത്തിലെ വെള്ളം തീർന്നു പോകത്തില്ല. ആ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അത് വേണ്ട ആൾക്കാർക്ക് വേണ്ടതുപോലെ യൂസ് ചെയ്ത് അത് നാളത്തേക്കൂടെ മാറ്റി വെക്കുകയാണ് അല്ലെ. നാളത്തേക്കൂടെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ പോണ്ടിനെ നമ്മൾ സംരക്ഷിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് റിസോഴ്സസ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ അത് നാളെ കൂടെ ഉള്ളതാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അപ്പൊ അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പോണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഒരു റിവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കടലായിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഏതൊരു റിസോഴ്സസും ആയിക്കോട്ടെ, അത് നമ്മൾ ഇപ്പം നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാളെ ഒരു ഫ്യൂച്ചർ ജനറേഷന് അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സംഭവിക്കരുത്. നമുക്ക് എന്ത് റിസോഴ്സസ് ഉണ്ടെങ്കിലും അതിന് നമ്മളെ പോലെ തന്നെ നാളെയുള്ള ആൾക്കാർ, ഫ്യൂച്ചർ ജനറേഷനും അതിന് അതിനകത്ത് അവകാശമുണ്ട്. അപ്പൊ ആ റിസോഴ്സസ് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഒക്കെ സമയത്ത് കൂടുതലായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് കൂടുതൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും HYV സീഡ്സ് പോലത്തുള്ള വില കൂടിയ സീഡുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ കൂട്ടിയെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് മാറിയിട്ട് നമ്മൾ വളരെ നാച്ചുറലായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യാതൊരു തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ അല്ലെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒന്നും നമ്മൾ GMOs ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം എന്താണ്, നമ്മൾ വളരെ നാച്ചുറലായിട്ട്, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിന് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റേ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന മഞ്ജു വാര്യറിന്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മഞ്ജു വാര്യർ ചെയ്യുന്ന കൃഷിയാണ് ഓർഗാനിക് ഫാമിംഗ്. പുള്ളിക്കാരി യാതൊരു തരത്തിലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഓർഗാനിക് ഫാമിൻ്റെ ഗുണങ്ങൾ നോക്കണം. ഓക്കെ, ഓർഗാനിക് ഫാമിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിൻ്റെ ദോഷങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരും. അപ്പം ഫസ്റ്റ് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ നോക്കാം. അപ്പോൾ ഓർഗാനിക് ഫാമിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അതായത് ഗ്രീൻ റെവല്യൂഷനിൽ ഉപയോഗിച്ചതുപോലെയുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള HIV സീഡ്സോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല, അല്ലെ? രാസവളങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. വളരെ ഓർഗാനിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃഷി ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ പുകയില കഷായം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പുകയില കഷായം, മീൻ വെള്ളം, അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ഓർഗാനിക് മാനുവേഴ്സ് ആണ്, അല്ലെ? ചാണകം, അല്ലെ? അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഈ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഭയങ്കര ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യും, അല്ലേ? ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവഴി നമുക്ക് ഇൻകം കിട്ടും. അതായത് നല്ല ശുദ്ധമായിട്ടുള്ള തക്കാളി നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, അതും ബൾക്കായിട്ടൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ഭയങ്കര എക്സ്പോർട്ട് ഫ്രണ്ട്ലി ആണ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല ഫുഡാണ്, അല്ലെ? ഹെൽത്തി ഫുഡാണ്. കാരണം ഇപ്പം കെമിക്കൽ ഫാമിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തെക്കാട്ടിലും ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതായിരിക്കും എന്ത്, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളുടെയൊക്കെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വെജിറ്റബിൾ ഗാർഡനുകൾ കാണാൻ പറ്റും, അടുക്കളത്തോട്ടങ്ങൾ, അല്ലെ? കിച്ചൺ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ബാക്കി മീൻ വെള്ളമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുകയില കഷായമൊക്കെ ഉണ്ടാക്കി ഒഴിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, വളരെ നാച്ചുറലി ആയിരിക്കും നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത് കിളിച്ച് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്നത് വളരെ ഹെൽത്തിയാണ്. ഇപ്പൊ നമുക്ക് ആന്ധ്രയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്തുനിന്നൊക്കെ വരുന്ന വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് ഫുള്ള് ഇത് വിഷം അടിച്ചതായിരിക്കും. അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് അതൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു, അല്ലെ? ഈ ഹോൾഡാറി എന്ന് പറയുന്ന സിനിമയുടെ തീം തന്നെ അതാണ്. അപ്പോൾ അതിന് അത്രയും ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഇവിടെ ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിൽ അത്രയും ന്യൂട്രീഷ്യസ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ്, ഹെൽത്തി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഇപ്പം ഒരു ഈ ഗ്രീൻ റവല്യൂഷൻ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ പോയി എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? കുറെ ഫാമേഴ്സ് അവർക്ക് ജോലിയേ ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയി എന്നുള്ള കാര്യം. അതായത് അഗ്രികൾച്ചർ ലേബറേഴ്സിന് കൂടുതൽ ആവശ്യം വരുന്നത് ഓർഗാനിക് ഫാമിങ്ങിലാണ്. ഓക്കെ, ഓർഗാനിക് ഫാമിങ്ങിനാണ്. കാരണം ഇവിടെ നമ്മൾ വില കൂടിയ മെഷീൻസോ സംഭവങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽ സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് എടുക്കുന്ന ടൈം എന്താണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പാടത്ത്. അപ്പൊ കൂടുതൽ ആൾക്കാരെ നമ്മൾ നിയോഗിക്കേണ്ടി വരും, കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ടി വരും. അടുത്തത് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, അല്ലെ? പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, യാതൊരു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നില്ല, എൻവയോൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കുന്നില്ല. സോ ഇതൊക്കെ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, പെസ്റ്റിസൈഡ് ഫ്രീ ആണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്കിനി ഡിസഡ്വാൻറ്റേജസിലേക്ക് പോകാം. അപ്പൊ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കണം, അല്ലേ? അപ്പം ഒരു കെമിക്കലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ വളം കൃത്യമായിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ആ സാധനം അങ്ങ് കിളിച്ചോളും. പക്ഷെ ഓർഗാനിക് ഫാമിംഗ് അങ്ങനെയല്ല. അവിടെ നമ്മൾ കൂടെ നിന്ന്, കാരണം എന്തെങ്കിലും ഒരു ബഗ്ഗോ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ അത് ചിലപ്പോൾ എല്ലാത്തിനെയും ബാധിക്കും, അത് മുട്ട നഷ്ടം ഉണ്ടാക്കും, അല്ലേ? അപ്പൊ അത് പാടില്ല. അപ്പൊ നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല, അതായത് അവയർനെസ് ഭയങ്കര കുറവാണ്, അല്ലെ? അതായത് ഈ പറയുന്ന പോലെ കർഷകനാണെങ്കിൽ പോലും ഈ കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കൃഷിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇവർക്ക് ഈ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചിട്ട് അത്ര മതിപ്പില്ല എന്ന് തന്നെ പറയാം, അല്ലെ? അവർക്ക് അത് താല്പര്യമില്ല. കാരണം നഷ്ടമൊക്കെ വന്നു പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിനായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഇവർക്കില്ല. ഓർഗാനിക് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകളോ അല്ലെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ സംഭവങ്ങൾ, റോഡുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ഇതിനൊരു അഗ്രികൾച്ചർ പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ കൃത്യമായിട്ട് ഓർഗാനിക് ഫാമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു അഗ്രികൾച്ചർ പോളിസി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ സാധാരണക്കാരെ ഈ ഓർഗാനിക് ഫാമിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അതായത് വിളവെടുക്കുമ്പോൾ സാധാരണ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ കെമിക്കലി ഉണ്ടാക്കുന്നിടത്താണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ അവിടെയാണോ കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണു അടച്ചു പറയാം ഈൽഡ് കൂടുതലും കിട്ടുന്നത് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നിടത്താണ്. അല്ലാതെ ഓർഗാനിക് ഫാമിങ്ങിൽ അത്രയും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ചെറുകിട കർഷകരൊന്നും ഉറപ്പായിട്ടും എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന പോലുള്ള ഓർഗാനിക് ഫാമിംഗ് പോലത്തുള്ള സംഭവങ്ങളിലേക്ക് വരാറില്ല. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ലാർജർ സ്കെയിൽ പ്രൊഡക്ഷനുകളിൽ ഫോക്കസ് ചെയ്യാനായിരിക്കും. അല്ലാതെ ഓർഗാനിക് ഫാമിംഗ് ഒരു ലാർജർ സ്കെയിൽ പ്രൊഡക്ഷനായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ പറയാം. നമ്മൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പറഞ്ഞു. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന്റെ ഗുണവും ദോഷവും സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഡൈവേഴ്സിഫിക്കേഷൻ, അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഓർഗാനിക് ഫാമിങ്ങിന്റെ ഗുണവും ദോഷവും. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ മൊത്തത്തിലൊന്ന് പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്, ഇപ്പോൾ റിവിഷൻ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.